നമസ്കാരം. ധനുഷ് PS ടെക്സ്റ്റിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ്സിലെ സോഷ്യലിസില് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ധാതുക്കൾ ചാപ്റ്ററിനെ പറ്റി സെക്കൻഡ് പാർട്ടാണ്. ധാതുക്കളെ കുറിച്ചുള്ള നോക്കാം. ഇന്ത്യയിലെ മറ്റു ധാതുക്കൾ ഏതെന്ന് നോക്കാം. ധാതുക്കൾ സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്, അഭ്രം എന്നിവയാണ്. സ്വർണം പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കർണാടകം. വെള്ളിയുടേത് രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകം. ചെമ്പ് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ബോക്സൈറ്റ് നമുക്കറിയാം, അത് അലുമിനിയത്തിന്റെ അയിരാണ്. ബോക്സൈറ്റ് വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ബോക്സൈറ്റ് ഉപയോഗിക്കുന്നു. അതിന്റെ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ എന്നിവയാണ്. അഭ്രം എന്ന് പറയുമ്പോൾ വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നതാണ് അഭ്രം എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് അഭ്രം കൂടുതലായി കണ്ടുവരിക. ബോക്സൈറ്റ്, അഭ്രം, ചെമ്പ്, വെള്ളി, സ്വർണം എന്നിവയാണ് പ്രധാനമായുമുള്ള ധാതുക്കൾ. അവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നോക്കാം. ഇവിടെ ഉപയോഗം എന്തൊക്കെയാണ്? ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണെന്ന് നമുക്കറിയാം. പക്ഷേങ്കിൽ വൈദ്യുത, വിമാന, ഗാർഹിക ഉപകരണങ്ങൾക്ക് ബോക്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അഭ്രം എന്ന് പറയുമ്പോൾ വൈദ്യുതോപകരണങ്ങളിലെ വ്യവസായങ്ങളില് ഇൻസുലേറ്ററായി അഭ്രം ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് ധാതു ഇന്ധനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ധാതു ഇന്ധനങ്ങൾ കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങിയ വിവിധ മേഖലകളിലെ ഊർജ ആവശ്യങ്ങൾക്ക് നാം ആശ്രയിക്കുന്ന ധാതു വിഭവങ്ങളെയാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതി വിഭവങ്ങൾ, പ്രകൃതി വാതകങ്ങൾ, കൽക്കരി, പെട്രോളിയം, പ്രകൃതി വാതകങ്ങൾ എന്നിവയാണ് പ്രധാന ഊർജ വിഭവങ്ങൾ. ഇവയെ ഫോസിൽ ഇന്ധനങ്ങൾ എന്നും വിളിക്കുന്നു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കൂട്ടുന്ന പ്രധാന ഊർജ വിഭവങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കൂട്ടുന്ന, ഇന്ത്യക്ക് സമ്പത്ത് കൊടുക്കുന്ന, ഇന്ത്യക്ക് പണം നേടിക്കൊടുക്കുന്ന, നമ്മുടെ രാജ്യത്തിന് പണം നേടിക്കൊടുക്കുന്ന ധാതു വിഭവങ്ങളെ കൂട്ടത്തിൽപ്പെടുന്നത് ആരൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയാണ്. ഈ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. കൽക്കരി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണെന്ത്? കൽക്കരി. പ്രധാനമായിട്ടും ഒരു വ്യാവസായിക ഇന്ധനമാണെന്ത്? ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. കൽക്കരി എന്ന് പറയുമ്പോൾ ഫോസിൽ ഇന്ധനമെന്നും പറയാറുണ്ട്. ഫോസിൽ ഇന്ധനമെന്നും കൽക്കരിയെ പറയാറുണ്ട്. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണെന്ത്? കൽക്കരി എന്ന് പറയുക. അപ്പൊ ഇതെല്ലാം ഫോസിൽ ഇന്ധനമാണ് കൽക്കരി. ഫോസിൽ ഇന്ധനമാണ് കൽക്കരി. അടുത്തത് കൽക്കരിയെ കുറിച്ചുള്ള പോയിന്റ്സുകളാണെങ്കിൽ, ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുക. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരമുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുക. അല്ലെ, ബിറ്റുമിനസ് എന്ന് പറയുന്ന കൽക്കരിയുടെ ഒരു വകഭേദമാണെന്ന് പഠിക്കാം. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരി പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് തുടങ്ങിയവയാണ് ഈ കൽക്കരിയുടെ പ്രധാനപ്പെട്ട ഉൽപാദക സംസ്ഥാനങ്ങൾ. ഇനി നോക്കുക, മെയിൻ പോയിന്റ്സ് തന്നെയാണ്. ജാർഖണ്ഡിലെ ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. പ്രധാന ചോദ്യമാണ്. ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജാറിയ. സംസ്ഥാനം ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. അതുപോലെ തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. ഇതും ചോദ്യമാണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്ന ലിഗ്നൈറ്റ് എന്ന് പറയുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണുന്നു. അടുത്തത് പെട്രോളിയവും പ്രകൃതിവാതകവും. റോഡ്, റെയിൽ, വ്യോമഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങിയ വിധതരം ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്നും വേർതിരിക്കുന്നു. അല്ലെ, വാസലിനൊക്കെ മുഖത്തടിച്ച് തിളക്കാറുണ്ട്. ഇവിടുന്ന് കിട്ടുന്നതാണ്, പെട്രോളിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ്, അസമിലെ ഡിഗ്ബോയിലാണ്
ഇന്ത്യയിൽ ആദ്യം പെട്രോളിയം ഖനനം ചെയ്തത്? അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദക സംസ്ഥാനങ്ങൾ. ഈ പോയിന്റ്സ് ടിക്കറ്റ് പോയിന്റ്സ് ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. അത് ചോദ്യമാണ്. അടുത്തത്, പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. നോക്കാം. ഇനി ആണവധാതുക്കൾ ഏതൊക്കെയാണ്? ആണവധാതുക്കൾ അല്ലെ, അണുക്കൾ, ആണവധാതുക്കൾ, ആറ്റം ബോംബ്, ആണവധാതുക്കൾ. യുറേനിയം, തോറി എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി സമ്പന്നമായിട്ട് എന്ത് കാണുന്നുണ്ട്? യുറേനിയം കാണുന്നുണ്ട്. യുറേനിയം, തോറിയം പ്രധാനപ്പെട്ട ആണവധാതുക്കളാണ്. ആ യുറേനിയം കാണപ്പെടുന്ന എവിടേക്കാണ്? ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങൾ. ഇനി കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിട്ട് ആരെ കാണുന്നുണ്ട്? അവിടെ തീരപ്രദേശങ്ങളിലായിട്ട് കാണുന്ന ഇന്ധനമാണ് ഏത് ധാതുക്കളാണ്? മോണോസൈറ്റ്, ഇൽമനൈറ്റ്. അവിടെ നിന്നുമാണ് നമ്മൾ തോറിയം ഉൽപ്പാദിപ്പിക്കുക. കേരളം അല്ലെ, അതെ, കേരളത്തിൽ തോറിയം ഉണ്ടെന്ന് നമുക്കറിയില്ലേ? കേരളം, കുണ്ടറ ഭാഗത്തൊക്കെ. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ കാണപ്പെടുന്നതാണ് മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്ന് പറയുന്ന ധാതുക്കൾ. ആ മോണോസൈറ്റ്, ഇൽമനൈറ്റ് ധാതുക്കളിൽ നിന്നുമാണ് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അടുത്ത മെയിൻ പോയിന്റ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് താരാപൂർ, ഇവിടെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. അടുത്തത് റാവത്ത്ഫട്ട്, സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ. കൽപ്പാക്കം, കൂടംകുളം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. കൈഗ, കർണാടകം. കാക്രപ്പാറ, ഗുജറാത്ത്. നറോറ, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങളാണ്. ഇത് എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്ന സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. താരാപൂർ, മഹാരാഷ്ട്ര. റാവത്ത്ഫട്ട്, രാജസ്ഥാൻ. കൽപ്പാക്കം, കൂടംകുളം, തമിഴ്നാട്. കൈഗ, കർണാടകം. കാക്രപ്പാറ, ഗുജറാത്ത്. നറോറ, ഉത്തർപ്രദേശ്. സംസ്ഥാനങ്ങളും അതിന്റെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതും കൂടി വായിച്ചു വെക്കാം. അടുത്തത് പാരമ്പര്യേതര ഒരു സ്രോതസ്സുകൾ. അതും ചോദ്യമാണ്. പാരമ്പര്യേതര ഒരു സ്രോതസ് ഇതൊക്കെയാണ് കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ധാതു വിഭവങ്ങളാണ് അല്ലെ, ഒക്കെ ധാതു വിഭവങ്ങളാണ്. ഇവിടെ ഇത്ര ഒരു സ്രോതസ് കൊണ്ട് വിളിക്കുന്നത് പാരമ്പര്യ സ്രോതസ്സുകൾ എന്നാണ് വിളിക്കുക. എന്നാൽ ധാതുക്കൾ പുനഃസ്ഥാപിക്കപ്പെടാത്തവയായതിനാൽ ഭൂമിയിലെ ഈ വിഭവങ്ങൾ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണവും സൃഷ്ടിക്കുന്നു. ഇതിന് ബദലായി നാം ഇന്ന് പാരമ്പര്യേതര ഒരു സ്രോതസ്സുകളാണ് ഉപയോഗിക്കുക. അത് ഏതൊക്കെയാണ്? സൗരോർജം. പിന്നെ പാരമ്പര്യേതര ഏതൊക്കെയാണ്? സൗരോർജം, കാറ്റിൽ നിന്നുമുള്ള ഊർജം, തിരമാലയിൽ നിന്നുമുള്ള ഊർജം, വേലിയേറ്റങ്ങൾക്ക് ഫലമായി ഉണ്ടെന്ന ഊർജം, ജൈവവാതകം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാരമ്പര്യേതര ഒരു സ്രോതസ്സുകൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാരമ്പര്യേതര ഒരു സ്രോതസ് അതൊക്കെയാണ് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുമുള്ള ഊർജം, വേലിയോർജം എന്ന് പറഞ്ഞാൽ വേലിയിറക്കമില്ലേ, കടലിലുള്ളത് വേലിയേറ്റം, വേലിയിറക്കം, അതിൽ നിന്നുള്ള ഊർജം, ജൈവവാതകം എന്നിവയെല്ലാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാരമ്പര്യേതര ഒരു സ്രോതസ്സുകളാണ്. ഇവിടെ പുനഃസ്ഥാപന ശേഷി ഉള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഈ ഒരു സ്രോതസ്സുകൾ ഇന്ത്യ ഏറെ പ്രാമുഖ്യമുണ്ട്. അതായത് ഈ പാരമ്പര്യേതര പാരമ്പര്യമല്ലാത്തത് പാരമ്പര്യേതര സ്രോതസ്. അപ്പൊ പറഞ്ഞോക്കണം, പുനഃസ്ഥാപന ശേഷിയില്ല, ചെലവ് കുറഞ്ഞതാണ്, പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അവയെല്ലാം എന്താണ്? പാരമ്പര്യേതരമാണ്. സൗരോർജം, കാറ്റിൽ നിന്നുള്ള എനർജിയുണ്ട്, തിരമാലയിൽ നിന്നുള്ള ഊർജമുണ്ട്, വേലിയോർജം വേലിയേറ്റത്തിൻ്റെത്, ജൈവവാതകം. ഓക്കെ. ഇനി ഇന്ത്യയിലെ റോഡുകളെ കുറിച്ചുള്ള ഇതാണ്. ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ എന്നിങ്ങനെ പ്രധാനമായും തിരിച്ചിട്ടുണ്ട്. റോഡുകളെ കുറിച്ച് തിരിച്ചിട്ടുണ്ട്. ഇവിടെ നിർമ്മാണ നിർവഹണ സംവിധാനങ്ങൾ, റോഡ് ഗതാഗതത്തെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ് അവിടെ.
നിർവഹണ സംവിധാനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് റോഡുകൾ വർഗീകരിച്ചിരിക്കുക. നോക്കാം, ദേശീയപാതകൾ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം. രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതാണെന്ത് ദേശീയപാതകൾ. ഹൈവേകൾ, സംസ്ഥാന ഹൈവേ എന്ന് പറയുമ്പോൾ സംസ്ഥാന തലസ്ഥാനങ്ങളെ, ജില്ലാ ആസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹൈവേ എന്ന് പറയുമ്പോൾ. ജില്ലാ റോഡുകൾ ജില്ലാ ആസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഗ്രാമീണ റോഡുകൾ ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നവയാണ്, അല്ലെ. അത് 80% ഗ്രാമീണ റോഡുകളാണ്. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കുന്നു. ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുക. ഇവിടെ ജില്ലാ റോഡ് എന്ന് പറയുമ്പോൾ അതിന്റെ നിർമ്മാണം ആരാണ്? ജില്ലാ പഞ്ചായത്തുകൾക്കാണ്, അല്ലെ. സംസ്ഥാന ഹൈവേകൾക്ക് സംസ്ഥാന സർക്കാരിനാണ് അതിന്റെ ഉത്തരവാദിത്വമുള്ളത്. അപ്പൊ ഗ്രാമീണ റോഡ് എന്ന് പറയുമ്പോൾ അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് അതിന്റെ നിർമ്മാണവും പരിഹാരവും ഒക്കെ അവരാണ് നിയന്ത്രിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇവിടെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മഹാനഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ഓർഡർ വെച്ച് വെച്ചിട്ടുണ്ട്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ഓർഡറിൽ അങ്ങനെ പഠിച്ചിട്ടേ പറ്റുള്ളൂ. അത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതയായ സൂപ്പർ ഹൈവേകളെ ചേർത്തിട്ട് സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ, സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ആണ്. അതെ, ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഈ റോഡുകളുടെ ചുമതല. നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഇതിന്റെ ചുമതല. ഇതിൽ എല്ലായിടത്തും റോഡ് സാന്ദ്രത ഒരുപോലെയല്ല. റോഡിന്റെ അല്ലെങ്കിൽ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയും സാമ്പത്തിക വികസന തലവുമാണ് മുഖ്യമായും റോഡ് ശൃംഖലയുടെ വികസനത്വവും നിർണ്ണയിക്കുക. പോട്ടെ, റെയിൽ ഗതാഗതം. ഓക്കെ, റെയിലിലെ ഏതാണെന്ന് നോക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. ഇനി അടുത്ത ചോദ്യമാണത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണെന്ന് ഇന്ത്യൻ റെയിൽവേ. സഞ്ചാരത്തിനും ചരക്കു ഗതാഗതത്തിനും പ്രധാനമാണ് റെയിൽ ഗതാഗതം. ഇന്ത്യയുടെ വ്യവസായിക വളർച്ച നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് റെയിൽവേക്കുണ്ട്. അടുത്തത് 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. 53 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം. 1953 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിക്കുക. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെയുള്ള ദൂരമാണ് ആദ്യമായി തുടങ്ങിയത്. റെയിൽവേ 16 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. നോക്കാം. പണ്ട് ചോദിച്ചിട്ടുണ്ട്, അതായത് ഒരു 5-6 വർഷം മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറിൽ 2017, 16, 18 കാലത്ത് ചോദിച്ച ചോദ്യങ്ങളില് ഈ ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ് ഉണ്ടായിരുന്നു. റെയിൽ ഗേജിന്റെ അകലം, അല്ലെ. ബ്രോഡ് ഗേജിൽ എന്താണുള്ളത്? 1.67 മീറ്റർ ആണ് ബ്രോഡ് ഗേജിലുള്ളത്. മീറ്റർ ഗേജ് എന്ന് പറയുമ്പോൾ 1 മീറ്റർ അകലമാണ് ഉള്ളത്. നാരോ ഗേജില് 0.76 മീറ്റർ അല്ലെങ്കിൽ 0.610 0.610 മീറ്റർ ആണ് ഉള്ളത്. അപ്പൊ റെയിൽ ഗേജ് ഈ പാളങ്ങളുടെ അകലുകൾ എത്ര ഇതുണ്ടെന്ന് ചോദിച്ചാറുണ്ടായിരുന്നു. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, സ്റ്റാൻഡേർഡ് ഗേജ് നോക്കി വെച്ചേക്കാം. നെക്സ്റ്റ്, കൊങ്കൺ റെയിൽവേ എന്താണ്? 1997 നിർമ്മാണം പൂർത്തീകരിച്ച കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ 260 കിലോമീറ്റർ ആണ് നീളം. സഞ്ചാരപാത 146 നദികൾ പിന്നിടുന്ന ഈ പാതയിൽ ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളും ഉണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ തുരങ്കം ഇവിടെയാണ്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ ഈ സംരംഭത്തിന്റെ പങ്കാളിയാണ്. ഏത് സംരംഭമാണത്? കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേ, കൊങ്കൺ റെയിൽവേ, കൊങ്കൺ റെയിൽവേ.
ജലഗതാഗതം അത് എന്താണെന്ന് നോക്കാം. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം അല്ലെ. അതിന്റെ പ്രയോജന ഫലങ്ങൾ നമുക്ക് സിമ്പിളായി ഊഹിച്ച് എഴുതി. പക്ഷെ ഇപ്പോൾ ഇവിടെ വാട്ടർ മെട്രോ വന്നതുകൊണ്ട് നോക്കാം അല്ലെ. ഉൾനാടൻ ജലഗതാഗതവും സമുദ്ര ജലഗതാഗതവും ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം. വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതം നോക്കുന്നുണ്ട്. ഗംഗ, ബ്രഹ്മപുത്ര നദികളും പോഷനദികളും, ഗോദാവരി കൃഷ്ണ നദികളും പോഷനദികളും, ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ, ഗോവയിലെ മണ്ടോവി, സുബാരി നദികൾ, കേരളത്തിലെ കായലുകളെല്ലാം എന്താണ്? ഉൾനാടൻ ജലഗതാഗതങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് ആണ് അല്ലെ. അപ്പൊ ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിച്ചു വെക്കാം അല്ലെ. ഇല്ലാത്ത വേറൊന്നും ചോദിക്കാൻ പറ്റും. അടുത്തത് 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിലെ 5 ജലപാതകൾ ദേശീയപാതകളായി പ്രഖ്യാപിച്ചു അല്ലെ. ഈ ചോദ്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണത്. അതായത് ദേശീയ ജലപാത 1 NW1 ഗംഗാനദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. ഗംഗാനദിയിലാണ് കാണപ്പെടുക. അലഹബാദ് ഹാൽഡിയ ആണ് NW1. ദേശീയ ജലപാത 2 NW2 അതെന്താ? സദിയ മുതൽ ദുബ്രി വരെ ബ്രഹ്മപുത്ര നദിയിലാണ് കാണപ്പെടുക. 891 കിലോമീറ്റർ ആണത് ഒഴുകുന്നത്. ദേശീയ ജലപാത 3 എപ്പോഴും ചോദിക്കുന്ന ചോദ്യം NW3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ കാണുന്നു. ഇനി ദേശീയ ജലപാത 4 NW4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനഡ മുതൽ, റൂട്ട് എങ്ങനെയാണ്? കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ് കാണപ്പെടുക. കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ് കാണപ്പെടുക. ദേശീയ ജലപാത 5 എന്ന് പറയുമ്പോൾ NW5 അല്ലെ. അതാണ് ഇപ്പൊ ഏറെ ചോദിച്ചേക്കുന്നത്, കറണ്ടിൽ ചോദിച്ചേക്കുന്ന ചോദ്യം അതാണ്. ബ്രാഹ്മണി അല്ലെ, ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥ. ബ്രഹ്മണി മഹാനദി ഡെൽറ്റ വ്യവസ്ഥ പൂർവ്വതീര കനാല് ബന്ധിപ്പിക്കുന്നതാണ് ഇത് വരിക. ദേശീയ ജലപാത 5 ആണിപ്പോ കറണ്ടിൽ ചോദിച്ചേക്കുന്നത്. അടുത്ത സമയത്ത് ചോദിച്ചൊരു ചോദ്യം അതായിരുന്നു. ഓക്കെ, അത്രയും കൂടി ഒന്ന് നമുക്ക് എടുത്തു വെച്ച് സൂക്ഷിക്കാൻ പറ്റും. NW1 NW2 എല്ലാം ഉണ്ട്. ദേശീയ ജലപാത 1, 2, സാദിയ ദുബ്രി 1, സാദിയ ദുബ്രി 2, അലഹബാദ് ഹാൽഡിയ 1, സാദിയ ദുബ്രി 2, കൊല്ലം കോട്ടപ്പുറം 3, കാക്കിനഡ പുതുശ്ശേരി 4, ബ്രഹ്മണി മഹാനദി ഡെൽറ്റ 5. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഒന്നുമില്ലേ. ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി 12ഓളം പ്രധാന തുറമുഖങ്ങളും 185ഓളം ചെറിയ തുറമുഖങ്ങളുമുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങൾക്ക് ഉണ്ട്. ഏതൊക്കെയാണ് നോക്കി, തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. കണ്ടല, മുംബൈ, നവഷോ, മർമുഗോ, മംഗലാപുരം, കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരദീപ്, ഹാൽഡിയ, കൊൽക്കത്ത. ഇതൊക്കെ എവിടെ, ഏത് സ്റ്റേറ്റിൽ കാണുന്നുള്ളത് നമ്മളൊന്ന് ഓർത്തു. കണ്ടല എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലാണ് അല്ലെ. അങ്ങനെ ഇത് ഏതൊക്കെ, ഈ തുറമുഖങ്ങൾ, പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെ, എവിടൊക്കെ സ്റ്റേറ്റിലാണ് കാണപ്പെടുക എന്നുള്ളതൊന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്. ഭൂപടം നോക്കി നമ്മളിത് കണ്ടുപിടിക്കണം എന്നാണ് പറയണ്ട. ഭൂപടം നോക്കി. അടുത്ത ചോദ്യം, വിഴിഞ്ഞം ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖം യാഥാർത്ഥ്യമായി അല്ലെ ഓടെ കേരളത്തിന് 2 പ്രധാന തുറമുഖങ്ങൾ ഉണ്ടാകും. സ്വകാര്യ പങ്കാളിത്തം നടപ്പിലാക്കാൻ വിഭാവന ചെയ്ത ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമായിട്ടാണ് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നത് സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണെന്നും ഈ തുറമുഖത്തെ പ്രത്യേകതയാണ്. 1, അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഇതിന്റെ ആഴം 24 മീറ്ററിൽ കൂടുതലാണെന്നുള്ള പ്രത്യേകത ഓർത്തു വെക്കുക. ടെക്സ്റ്റ് ചോദിച്ചത് വേണമെങ്കിൽ അങ്ങോട്ടങ്ങ് ചോദിക്കാം. വ്യോമഗതാഗതം കഴിഞ്ഞിട്ട് ചാപ്റ്റർ അവസാനിച്ചു. അടുത്ത ചാപ്റ്ററുമായി വീണ്ടും. താങ്ക് യു.